എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ നിരവധി ചാർജറുകൾ ഉണ്ടാകും. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ബാറ്ററി ലോ ആണെന്ന് അറിയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് നമ്മളൊരു ചാർജർ എടുത്ത് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിലേത് ചാർജറിലാണ് നമ്മുടെ ഫോണിൽ വളരെ വേഗത്തിൽ ചാർജ് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ചാർജറും വ്യത്യസ്ത വാട്ട്സ് ആയിരിക്കാം, ആംപിയർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ചാർജ് ചെയ്യുന്ന സമയവും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഫാസ്റ്റ് ചാർജറുള്ള മൊബൈൽ ഫോണുകൾക്ക് പ്രശ്നമല്ല. അല്ലാത്ത സാധാരണ മൊബൈലുകൾക്കൊക്കെ ഇത്തരം ചാർജറുകളിൽ ഏത് ചാർജറാണ് വളരെ വേഗത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു തരാമെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അതിലൂടെ നമ്മുടെ ഫോണിന് കംഫർട്ടബിളായ ചാർജർ ഏതാണെന്ന് കണ്ടെത്താനും പറ്റും. അതുപോലെ എത്ര മിനിറ്റ് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ആകുമെന്ന് മനസ്സിലാക്കാനും വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. ഈ ആപ്ലിക്കേഷനെ കൊണ്ട് കുറേ പ്രയോജനമുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ ചാർജറിൻ്റെ വയറ് മാത്രമേ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാർജറിൻ്റെ വയറ് മാറ്റിയിട്ട് ഏതാണ് നല്ല വയറെന്ന് തിരഞ്ഞെടുക്കാൻ പോലും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആംപിയർ ഫ്ലോ എന്ന് സെർച്ച് ചെയ്യാം. ഞാനിവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. സ്പെല്ലിങ്ങും ലോഗോവും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നേരെ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകുക. യൂട്യൂബിലും ഇതേ വീഡിയോ തന്നെ FTM ക്രിയേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് പ്ലേ സ്റ്റോർ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. എല്ലാ ഫോണിലും ഇത് തന്നെയായിരിക്കും ഓപ്ഷൻ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ആംപിയർ ഫ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. സാംസങ് ഫോണാണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ഇനി പിറകോട്ട് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അലോ കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കൈവശം 3 ചാർജറും 2 കേബിളുമാണുള്ളത്. ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ആദ്യം എനിക്ക് ഫോൺ വാങ്ങുമ്പോൾ കിട്ടിയ ചാർജറിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഫോണിൽ ഓൾറെഡി 93% ചാർജ് ഉണ്ട്. വെറും 7% വേരിയേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം കാണില്ല. അതായത് ഒരു 50% കുറവുണ്ടെങ്കിൽ, ചാർജ് കുറവുണ്ടെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് വലിയ മിനിറ്റുകൾ വ്യത്യാസം കാണാം. ഇതിൽ നമുക്ക് ചെറിയ വേരിയേഷൻ കാണിച്ചാൽ തന്നെ 2-3 മിനിറ്റ് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10-15 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, എൻ്റെ അതിൽ ഓൾറെഡി 93% ചാർജ് ഉണ്ടായിപ്പോയി. പിന്നെ ഇത് കഴിയുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ ചാർജർ ഉപയോഗിച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. കമ്പനി തന്ന ഈ ചാർജറാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 11 മിനിറ്റ് കൊണ്ട് എനിക്ക് ചാർജ് ഫുള്ളാകുന്നതാണ്. ഇവിടെ എത്ര വോൾട്ടേജ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ഫോണ് ഹീറ്റ് ആകുന്നുണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു ചാർജർ സെലക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയാണ്. ഇത് റെഡ്മിയുടെ ഹൈ സ്പീഡ് ചാർജറാണ്. പക്ഷേ എൻ്റെ ഫോണിൽ സപ്പോർട്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കിതിൽ കാണാം. ഞാൻ ജസ്റ്റ് അത് പ്ലഗ് ചെയ്തു. ഇത് ഏകദേശം 21 മിനിറ്റ് എടുക്കും ഇത് ചാർജ് ചെയ്യണമെങ്കിൽ. ഇവിടെ നേരത്തേതുപോലെ തന്നെ എത്ര വാട്ട്സ് ആണ്, അതുപോലെ തന്നെ വോൾട്ടേജും ടെമ്പറേച്ചറും ഒക്കെ നമുക്കിതിൽ നിന്ന് കാണാം. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ചാർജർ ഉപയോഗിക്കാതിരിക്കാം. 40 മുകളിലൊക്കെ ടെമ്പറേച്ചർ പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഉപയോഗിക്കരുത്. ഇത് ഏകദേശം 21 മിനിറ്റ് ആകും ചാർജ് ആയി കഴിയാൻ. പിന്നെ പ്ലഗ് ചെയ്ത വാടേ ഉള്ള നിങ്ങളത് കണക്കിലെടുക്കരുത്. പ്ലഗ് ചെയ്തിട്ട് അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ടുള്ളത് കാണിക്കാം. ഞാൻ ഇനി അടുത്ത ചാർജർ കണക്ട് ചെയ്യുകയാണ്. ഈ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയമാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ പഴയൊരു ചാർജറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എൻ്റെ ഫോണിൽ 94% മുകളിൽ ചാർജ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അല്പസമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത്. ഏകദേശം 10:15 അപ്പോഴാണ് എനിക്ക് 92% ആയത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 17 മിനിറ്റ് ആകും ചാർജ് ആകാൻ. പക്ഷേ ഇതൊരു ടെമ്പറേച്ചർ കൂടുതലാണ് ഈ ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. പിന്നെ ഈ ചെറിയ മിനിറ്റ് വേരിയേഷൻ നിങ്ങൾ ചെറിയ മിനിറ്റല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം വെറും 7% കയറാനുള്ള സമയമാണ് ഇത്രയും വേരിയേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു 20%-ലൊക്കെയാണ് ഫോണുള്ളതെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ
മുക്കാൽ മണിക്കൂറൊക്കെ ഡിഫറൻസ് ഉണ്ടാവും ഫാസ്റ്റ് ചാർജർ അല്ലെങ്കിൽ. ഇപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരുന്നത്, 2 കേബിൾ എടുത്തിട്ട് ഒരേ ചാർജറിൽ, അതായത് എൻ്റെ കമ്പനി തന്നിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ആണ്, അതിൽ ഞാൻ വ്യത്യസ്തമായ കേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചാർജിൻ്റെ വേരിയേഷൻ കാണിച്ചു തരാം. ഇതും ചെറിയ വ്യത്യാസം കാണിക്കുന്നത് നോക്കേണ്ട, 93% ഫോണിലുണ്ട്. ഇതിപ്പോൾ ഞാൻ റെഡ്മിയുടെ ഒരു കേബിൾ ഉപയോഗിച്ചതാണ്. ഇതുപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15 മിനിറ്റ് എനിക്ക് ചാർജിങ്. അതേ സ്ഥാനത്ത് ഞാൻ എനിക്ക് ഫോണിൻ്റെ കൂടെ കിട്ടിയ കേബിൾ തന്നെ ഉപയോഗിച്ച് നോക്കുകയാണ്. അതായത് എൻ്റെ ചാർജറിൻ്റെ കൂടെ കിട്ടിയ കേബിളാണിത്. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇതേ ചാർജറിൽ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര സമയ വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ഇപ്പോഴും ഞാനിത് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 11 മിനിറ്റ് മാത്രം മതി ഇത് ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട്. അതായത് 3 മിനിറ്റിൻ്റെ വ്യത്യാസം വെറും 7% കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ ചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസമുണ്ടാവും കേബിൾ മാറിയാൽ പോലും. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.